എവ്രിവൺ. KAS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്കണോമി ആൻഡ് പ്ലാനിംഗ് എന്ന വിഷയത്തിലെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ എക്കണോമിയെക്കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. KAS എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിനുള്ള സിലബസിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വലിയൊരു സിലബസാണ് ഈ ഒരു എക്കണോമി ആൻഡ് പ്ലാനിംഗ് എന്ന ടോപ്പിക്കിന് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. അതിലെ ആദ്യത്തെ ടോപ്പിക്കായ ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന വിഷയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആകെ ഒരു ബുക്ക് മാത്രം വായിച്ചാൽ മതിയാകും. അത് ഈ ഒരു സിലബസിൻ്റെ ക്രമത്തിൽ തന്നെയുള്ള ബുക്കാണ്. അത് NCERT 11ാം ക്ലാസ്സിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ്. അതിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് തന്നെയാണ്. അതായത് നമ്മുടെ സിലബസിലുള്ള അതേ പേര് തന്നെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിനു വേണ്ടി പഠിച്ചാൽ മതിയാകും. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ക്ലാസ്സും തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് KAS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി KAS ഇൻസൈറ്റ്സിൻ്റെ ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ KAS എക്സാമിൻ്റെ പഠനത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് KAS ഇൻസൈറ്റ്സ് കൂടുതൽ വീഡിയോസുമായി കൂടെ തന്നെ ഉണ്ടാവും. KAS ഇൻസൈറ്റ്സിൻ്റെ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ പേജായ youtube.com/c/KAS ഇൻസൈറ്റ്സ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപേ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന ഇന്ത്യ, അതിൻ്റെ ഒരു സമ്പദ്ഘടന എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ സെക്ടറായിട്ട് ഓരോ വിഭാഗങ്ങളായിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിനെ കുറിച്ച് ചർച്ച ചെയ്യും. എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സെക്ടർ, അതായത് ഇൻഡിപെൻഡൻസിന് മുമ്പേ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫോറിൻ ട്രേഡ്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഇന്ത്യയിലെ ജനങ്ങളുടെ പോപ്പുലേഷൻ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ, ജോലി ഏത് തരത്തിലായിരുന്നു, ഏതൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള ജോലികൾ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയത്. ഈ വിവരങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതിനുശേഷം ഇന്ത്യയുടെ പ്ലാനിങ്, ഇന്ത്യ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ ഒരു അവസ്ഥയുടെ അന്നത്തെ സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തലിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയം തുടങ്ങുന്നത് നമ്മൾ ഇവിടെ വെച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലോ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അണ്ടർ കൊളോണിയൽ റൂൾ, ഇതാണ് ടോപ്പിക്. ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ത്യൻ എക്കണോമി ബിഫോർ ഇൻഡിപെൻഡൻസ്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് കച്ചവടം ചെയ്യാനാണെന്ന് നമുക്കറിയാം. എന്നാൽ കച്ചവടം ചെയ്യാനായി വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഓരോ ടെറിട്ടറികളായിട്ട് പിടിച്ചടക്കുകയും അവസാനം അവരൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായിട്ട് ഇന്ത്യയെ ഭരണം നടത്തുകയും ചെയ്തിരുന്നു. ഇത് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയത്തിൽ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവസാന ഭാഗമായിട്ടാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്, നമ്മുടെ എക്കണോമിക്കിൻ്റെ ആദ്യത്തെ ടോപ്പിക്കായിട്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് കച്ചവടത്തിനാണ്. അപ്പോൾ അവർക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇന്ത്യയിൽ കച്ചവടം നടത്തിയിട്ട് മാക്സിമം ലാഭം ഉണ്ടാക്കുക. മെയിനായിട്ടുള്ള എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പരമാവധി റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുക ചെറിയ വിലയ്ക്ക്. എന്നിട്ട് ആ റോ മെറ്റീരിയൽസ് മുഴുവൻ ബ്രിട്ടനിൽ ഉപയോഗിച്ച് അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്ത് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വന്ന് വിറ്റഴിക്കുക. അപ്പോൾ അവർക്ക് ലാഭം ഭയങ്കര കൂടുതലായിരിക്കും. But the sole purpose of British colonial rule in India was to reduce the country to being a raw material supplier for Britain's own rapidly expanding modern industrial base. അപ്പോൾ ബ്രിട്ടൻ്റെ ഏക ലക്ഷ്യം ഇതുമാത്രമായിരുന്നു, ഇന്ത്യയിൽ നിന്ന് പരമാവധി ലാഭം ഉണ്ടാക്കുക. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ കണ്ടീഷൻ ബിഫോർ കൊളോണിയൽ റൂൾ, പ്രധാനമായും ഇന്ത്യക്കാരുടെ ജോലി എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയായിരുന്നു. മെയിനായിട്ട് ഫുഡ് ക്രോപ്സ് ആണ്, അതായത് ഭക്ഷ്യധാന്യങ്ങൾ, അതായത് നെല്ല്, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യധാന്യങ്ങളായിരുന്നു ഇന്ത്യക്കാർ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത്. പിന്നെ രണ്ടാമതുണ്ടായിരുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസാണ്, അതായത് കൈത്തൊഴിലുകൾ. അപ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ടത് കോട്ടൺ ആൻഡ് സിൽക്ക് ടെക്സ്റ്റൈൽസ് ആയിരുന്നു. ഇന്ത്യയിലെ കോട്ടൺ സിൽക്ക് ടെക്സ്റ്റൈൽസ് ലോകപ്രസിദ്ധമായിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആയിരുന്നു, കൂടാതെ ഹൈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആയിരുന്നു. വളരെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, വളരെ കൃത്യതയോടെ നെയ്ത തുണിത്തരങ്ങളായിരുന്നു ഇന്ത്യയിൽ ലഭിച്ചിരുന്നത്. അപ്പോൾ മുസ്ലിം എന്ന് പറയുന്ന ഒരു കോട്ടൺ ടെക്സ്റ്റൈൽ ലോകപ്രസിദ്ധമായിരുന്നു. അത് ബംഗാളിൽ മറ്റും ഉണ്ടാക്കിയിരുന്ന കോട്ടൺ ടെക്സ്റ്റൈലാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ അഗ്രികൾച്ചറിൽ ഇന്ത്യ സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു. ഇന്ത്യക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തേത് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ലോകപ്രസിദ്ധമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരുപാട്
കോട്ടൺ ടെക്സ്റ്റൈൽസും മറ്റുമൊക്കെ ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് കച്ചവടത്തിനായി കൊണ്ടുവരുന്നു. അതായത് ഇന്ത്യക്ക് ഒരുപാട് എക്സ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഒരു സാഹചര്യത്തിലേക്കാണ് ബ്രിട്ടൻ കടന്നു വരുന്നത്. അപ്പോൾ ബ്രിട്ടൻ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്, അവർ എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബ്രിട്ടൻ്റെ ഒരു എക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ, അതായത് ഒരു സാമ്പത്തികമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു കൺസെപ്റ്റ് തന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദെയർ ഹോം കൺട്രി ദാൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇന്ത്യൻ എക്കണോമി. അതായത് ഇന്ത്യയിലെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനോ ഇന്ത്യക്കാർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിനോ ഒന്നുമല്ല ബ്രിട്ടനിൽ താല്പര്യമുണ്ടായിരുന്നത്. അവരുടെ രാജ്യത്തിന് കൂടുതൽ ലാഭം എങ്ങനെ ഉണ്ടാക്കാം, കമ്പനിക്ക് കൂടുതൽ ലാഭം എങ്ങനെ ഉണ്ടാക്കാം തുടങ്ങിയ ആശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ്റെ പ്രവൃത്തി ഇങ്ങനെയായിരുന്നു: ട്രാൻസ്ഫോം ദ കൺട്രി ഇൻ ടു സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഫ്രം ബ്രിട്ടൻ. അതായത് ഇന്ത്യയിൽ നിന്നും പരമാവധി റോ മെറ്റീരിയൽസ്, അതായത് ഇപ്പോൾ തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമാണ് കോട്ടൺ. അപ്പോൾ കോട്ടൺ ഇന്ത്യയിലെ ആൾക്കാരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കും. ഈ കൃഷി ചെയ്തുണ്ടാക്കുന്ന കോട്ടൺ മുഴുവൻ അവർ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. ഇതാണ് റോ മെറ്റീരിയൽ ആയിട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു റോ മെറ്റീരിയലിനെ ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ തുണി മില്ലുകളിലും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സിലും ഉപയോഗിച്ച് അവിടെ നിന്ന് വസ്ത്രങ്ങൾ ഉണ്ടാക്കും. ഈ ഒരു വസ്ത്രങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യയിൽ അത് വിറ്റഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ചെറിയ വിലയ്ക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽ വലിയ വിലയ്ക്ക് ഇന്ത്യയിൽ വിൽക്കുക വഴി ബ്രിട്ടനിലേക്ക് ഒരുപാട് പണം ഒഴുകി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരുപാട് ലാഭമുണ്ടായി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പോളിസി ഇങ്ങനെയായിരുന്നു: ട്രാൻസ്ഫോമിങ് ദ ഇന്ത്യ ഇൻ ടു എ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽ. ഇന്ത്യയെ ഒരു റോ മെറ്റീരിയൽ സപ്ലയർ ആക്കുക, കൂടാതെ കൺസ്യൂമർ ഓഫ് ഫിനിഷ്ഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഫ്രം ബ്രിട്ടൻ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കൃത്യമായ എസ്റ്റിമേറ്റ് വേണം. എങ്ങനെയാണ് ഇന്ത്യയുടെ അവസ്ഥ ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ എത്രമാത്രം പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എസ്റ്റിമേറ്റ് നമ്മൾ നിലവിലെടുക്കുന്നത് GDP, GNP തുടങ്ങിയ വാക്കുകളിലാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് തുടങ്ങിയ വാക്കുകളിലൊക്കെയുടെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു എസ്റ്റിമേറ്റ് ബ്രിട്ടൻകാർ ഇന്ത്യയെക്കുറിച്ച് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. കൊളോണിയൽ ഗവൺമെൻറ് നെവർ മെയ്ഡ് എനി സിൻസിയർ അറ്റംപ്റ്റ് ടു എസ്റ്റിമേറ്റ് ഇന്ത്യാസ് നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. പക്ഷേ ഒരുപാട് ഇന്ത്യക്കാരും കുറച്ച് ഇംഗ്ലീഷുകാരും ഒക്കെ ഇതിനു വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബി, ഫിൻലെ ശ്രീദാസ്, VKRV റാവു, RC ദേശായി തുടങ്ങിയവർ. അപ്പോൾ ഇത്തരത്തിൽ ഒരു എസ്റ്റിമേറ്റ് നടത്തിയത് പല ആൾക്കാരും നടത്തിയത് പല തരത്തിലാണ്, പല തരത്തിലുള്ള വാല്യൂസാണ് ലഭിക്കുന്നത്. അതായത് ഇന്ത്യയിൽ ടോട്ടൽ എത്ര രൂപയുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഇന്ത്യ ടോട്ടൽ എത്ര രൂപയുടെ കൺസംഷൻ നടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏകദേശം ഒരു ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 2% മാത്രമായിരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ഇന്ത്യയിൽ 2% മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം പ്രൊഡ്യൂസ് ചെയ്തതിനേക്കാളും 2% മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം 100 രൂപയുടെ പ്രൊഡക്ഷൻ നടത്തിയിരുന്നെങ്കിൽ അടുത്ത വർഷം വെറും 102 രൂപയുടെ പ്രൊഡക്ഷൻ മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 0.5% ആയിരുന്നു. അത് പെർ ക്യാപിറ്റ ഗ്രോത്ത് റേറ്റ് ആണ്. ഒരാൾക്ക് ഏകദേശം 0.5% ഗ്രോത്ത് റേറ്റ് മാത്രമേ ഉള്ളൂ. അതൊരു ഉദാഹരണമായി പറഞ്ഞാൽ ഈ വർഷം ഒരാൾക്ക് 100 രൂപ ആണ് പെർ ഹെഡ് ലഭിക്കുന്നതെങ്കിൽ അടുത്ത വർഷം അത് 100.5, വെറും 50 പൈസയുടെ അധികം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ. ഇത് വളരെ കുറഞ്ഞ ഒരു ഗ്രോത്ത് റേറ്റാണ്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യ ഒരു ഗ്രോത്ത്, അതായത് ഇന്ത്യക്കൊരു വളർച്ച ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ഒരു എസ്റ്റിമേറ്റ് കാണിക്കുന്നത്. ഇനി നമുക്ക് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഓരോ സെക്ടറിലും ഇന്ത്യയെ സ്വാധീനിച്ചത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അഗ്രികൾച്ചറൽ സെക്ടർ നോക്കാം. ഇന്ത്യസ് എക്കണോമി അണ്ടർ ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ റിമെയിൻ ഫണ്ടമെൻ്റലി അഗ്രേറിയൻ. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ വരുമാന മാർഗം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു. ഏകദേശം 85% ആൾക്കാർ ഈ ഒരു കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. മെയിനായിട്ട് ഫുഡ് ക്രോപ്സ് ആണ് ഉണ്ടായിരുന്നത്, അതായത് ഭക്ഷ്യധാന്യങ്ങൾ, ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ ധാന്യങ്ങൾ, ഗോതമ്പ്, ബാർലി, റൈസ് തുടങ്ങിയവ. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടർ കണ്ടിന്യൂ ടു എക്സ്പീരിയൻസ് സ്റ്റാഗ്നേഷൻ, നോട്ട് ഇൻഫ്രീക്വൻ്റ്ലി അൺയൂഷ്വൽ ഡിറ്റീറിയേഷൻ. ഇന്ത്യയിലെ കൃഷി ബ്രിട്ടീഷുകാരുടെ കാലത്ത് വളരെയധികം കുറയുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിച്ചത്. കുറയുക എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി വളരെയധികം കുറയുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യങ്ങളുടെ അളവ് വളരെയധികം കുറയുന്നതായിട്ട്. അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ബിക്കെയിം ലോ. അപ്പോൾ ഇതിന് 2 കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്ന് ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് ഇന്ത്യയിലെ പ്രദേശങ്ങൾ ഓരോന്നോരോന്നായി ലഭിക്കുന്നതിന് മുറയ്ക്ക് ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നുള്ള ടാക്സ് ബ്രിട്ടീഷുകാരാണ് കളക്ട് ചെയ്തിരുന്നത്.
അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രദേശങ്ങളിൽ നിന്നും കൃത്യമായ അളവിൽ കൃത്യമായ റവന്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റം 3 പ്രദേശങ്ങളിലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അതിൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്ന പ്രദേശങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെമീന്ദാരി സിസ്റ്റം നമ്മൾ മോഡേൺ ഇന്ത്യ എന്ന വിഷയത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റോത്ത്വാരി, മെഹൽവാരി തുടങ്ങിയ സിസ്റ്റംസൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റങ്ങളൊക്കെ തന്നെ ബ്രിട്ടീഷുകാർക്ക് കൃത്യമായ വരുമാനം ലഭിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയതാണ്. ഇതുവഴി കൃഷി ചെയ്യുന്ന കർഷകർക്കോ അതിൻ്റെ ഇടയിൽ നടക്കുന്ന ജമീന്ദാർക്കോ ഒന്നും വലിയ ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ലാൻഡ് റവന്യൂ സിസ്റ്റംസ് കൊണ്ടുവന്നതോടെ അത് ബ്രിട്ടീഷുകാർക്ക് കൃത്യമായിട്ട് വരുമാനം ലഭിക്കും. പക്ഷേ ഇന്ത്യൻ അഗ്രികൾച്ചറിനെ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനോ ഇറിഗേഷൻ സിസ്റ്റം വർദ്ധിപ്പിക്കുന്നതിനോ എന്നോ ഒന്നും ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടർ പ്രൊഡക്ടിവിറ്റി കുറയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം കാരണമായി. അതായത് ലാൻഡ് റവന്യൂ സിസ്റ്റം ഈ ബ്രിട്ടീഷുകാർക്ക് കൃത്യമായി വരുമാനം നേടിക്കൊടുത്തു. എന്നാൽ ഇന്ത്യയിലെ കർഷകരുടെ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് മാറിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറാണ്. അതായത് 2 തരത്തിലുള്ള ക്രോപ്സ് ഉണ്ട്. ഫുഡ് ക്രോപ്സ് ഉണ്ട്, ക്യാഷ് ക്രോപ്സ് ഉണ്ട്. ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ, നമ്മൾ ഭക്ഷണത്തിനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്ന വീറ്റ്, റൈസ്, മെയ്സ്, ബാർലി, ഗ്രാം തുടങ്ങിയവ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തതുണ്ട് ക്യാഷ് ക്രോപ്സ്. അതായത് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിലേക്കും മറ്റും റോ മെറ്റീരിയലായിട്ട് വേണ്ട സാധനങ്ങൾ. ഉദാഹരണം കോട്ടൺ, ഷുഗർ കെയിൻ, ടുബാക്കോ, ഓയിൽ സീഡ്സ് തുടങ്ങിയവ. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടതാണ് കോട്ടൺ. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാരയും മറ്റും ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ട ഒരു റോ മെറ്റീരിയലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാഷ് ക്രോപ്പുകളായിരുന്നു ബ്രിട്ടന് കൂടുതൽ ആവശ്യം, ബ്രിട്ടനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇത്തരം ക്യാഷ് ക്രോപ്സ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. അതുകൊണ്ട് തന്നെ ഫുഡ് ക്രോപ്സിനെ മാറ്റി നിർത്തിയിട്ട് ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്യേണ്ട, നിങ്ങൾ അവിടെ ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഷർ ബ്രിട്ടീഷുകാരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പ്രൊട്ടസ്റ്റുകൾ വരുന്ന സമയത്ത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ കൃഷി കുറയുന്നതിന് വേണ്ടിയിട്ട് കാരണമായ മറ്റൊരു കാര്യമാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അതായത് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഫുഡ് ക്രോപ്സ്, നൗ ദേ വർ പ്രൊഡ്യൂസിങ് ക്യാഷ് ക്രോപ്സ് വിച്ച് വർ ടു ബി അൾട്ടിമേറ്റ്ലി യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ്. അതായത് ബ്രിട്ടനിലെ ഇൻഡസ്ട്രീസിന് ആവശ്യമായ ക്യാഷ് ക്രോപ്സ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് ബ്രിട്ടീഷുകാർ സമ്മർദ്ദം ചെലുത്തുകയും അതുവഴി ഫുഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്തു. ഇത് ഇന്ത്യയിലെ സെൽഫ് സഫീഷ്യൻസി പാറ്റേണിനെ തന്നെ ബാധിക്കുകയും ചെയ്തു. അതായത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് ലഭിക്കുമായിരുന്നു അവർ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്യുന്ന സമയത്ത്. എന്നാൽ ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യാൻ തുടങ്ങിയതോടെ ക്യാഷ് ക്രോപ്സ് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അവർക്ക് ഫുഡ് ക്രോപ്സ് കൃത്യമായിട്ട് ലഭിക്കാത്ത, ഭക്ഷണത്തിനുള്ള വീറ്റും റൈസും മെയ്സും ഒന്നും കൃത്യമായിട്ട് ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. Despite of some progress made in irrigation, India's agriculture was starved of investment, flood control, drainage and desalinization of soil. അതായത് ഇത്തരത്തിൽ അഗ്രികൾച്ചറൽ ഏരിയയിൽ നിന്നും ലാൻഡ് റവന്യൂ സിസ്റ്റം വഴിയൊക്കെ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന്, ഫിക്സഡ് വരുമാനം ഉണ്ടാക്കുന്നതിന് ബ്രിട്ടീഷുകാർ ശ്രമിച്ചുവെങ്കിലും ഈ ഒരു പ്രദേശങ്ങളിലെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയോ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയോ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും യാതൊരു സഹായം ഉണ്ടായിരുന്നില്ല. അവർ യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. കുറച്ച് ഇറിഗേഷൻ സിസ്റ്റംസ് വർദ്ധിപ്പിച്ചു എന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള സഹായവും ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഫ്ലഡുകൾ, ഡ്രെയിനേജ് കൃത്യമായിട്ടില്ലാത്തതും, ഡീസാലിനൈസേഷൻ അതായത് ഉപ്പ് കയറിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഉപ്പിനെ ഇറക്കി കളയുന്നതിന് വേണ്ടിയുള്ള യാതൊരു സഹായങ്ങളും ഒന്നും ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ ഒരു തകരുന്ന അവസ്ഥയിലായിരുന്നു ബ്രിട്ടീഷുകാരുടെ സമയത്ത്. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ അവസ്ഥ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യയിൽ പ്രധാനമായിട്ടും വേൾഡ് ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തും ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിന് ഒരു നല്ലൊരു ഡെവലപ്മെൻറ്റ് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്ത്യ കുഡ് നോട്ട് ഡെവലപ്പ് എ സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ് അണ്ടർ ദ കൊളോണിയൽ റൂൾ. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത്തരത്തിലൊരു സൗണ്ട് ഇൻഡസ്ട്രിയൽ ബേസ്, നല്ലൊരു ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടാക്കാതിരിക്കാൻ കാരണം? ഇതിൻ്റെ കാരണം ബ്രിട്ടീഷുകാരുടെ താല്പര്യം തന്നെ. അവർക്ക് ഇന്ത്യയിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് ഉണ്ടാകുന്നതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് അവർക്ക് ഇവിടെ നിന്നുള്ള റോ മെറ്റീരിയൽസ് മാക്സിമം ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പ്രൊഡക്ഷൻ നടത്തി അവിടുത്തെ സാധനങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കുന്നതിനുള്ള താല്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷുകാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല.
കൺട്രീസ് വേൾഡ് ഫേമസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡിക്ലൈൻ. അതായത് ബ്രിട്ടനിൽ നിന്നും ഇത്തരത്തിൽ ചെലവ് കുറഞ്ഞ, അതായത് അവിടെ ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ നടക്കുന്ന സമയമായിരുന്നു 1850 പീരീഡൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ നിന്നും ചെറിയ ചെലവിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കോട്ടൺ വസ്ത്രങ്ങളും മറ്റും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതോടെ ഈ ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ, കാരണം അതിനെക്കാട്ടി വളരെ വില കൂടിയതായിരുന്നു ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ ഒരു വസ്ത്രങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ, ചിലവ് കുറഞ്ഞ വസ്ത്രങ്ങൾ ലഭ്യമായതോടെ ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകരാൻ തുടങ്ങി. കൂടാതെ ബ്രിട്ടീഷുകാർ കൃഷി ചെയ്യുന്ന കോട്ടണും മറ്റും ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിലേക്ക്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലേക്ക് കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങൾ കാരണം ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ബ്രിട്ടീഷ് പോളിസി വാസ് സിസ്റ്റമാറ്റിക്കലി ഡീ ഇൻഡസ്ട്രിയലൈസിങ് ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിനെ എല്ലാം തകർക്കുക എന്ന ഒരു ലക്ഷ്യമായിരുന്നു ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു ലക്ഷ്യം തന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ടു റെഡ്യൂസ് ഇന്ത്യ ടു ദ സ്റ്റാറ്റസ് ഓഫ് മിയർ എക്സ്പോർട്ടർ ഓഫ് ഇമ്പോർട്ടൻറ്റ് റോ മെറ്റീരിയൽസ് ഫോർ ദ അപ്കമിങ് മോഡേൺ ഇൻഡസ്ട്രീസ് ഇൻ ബ്രിട്ടൻ. അതായത് ബ്രിട്ടനിൽ വളർന്നു വരുന്ന ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നും മാക്സിമം റോ മെറ്റീരിയൽ കൊണ്ടുപോവുക എന്നായിരുന്നു ബ്രിട്ടൻകാരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ഒന്നും സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ഒന്നും സ്ഥാപിക്കാതിരുന്നാൽ മാത്രമേ ടു ടേൺ ഇന്ത്യ ഇൻ എ സ്പ്രോളിംഗ് മാർക്കറ്റ് ഫോർ ദ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഫോർ ദോസ് ഇൻഡസ്ട്രീസ്. ഇത്തരത്തിൽ കൊണ്ടുപോയ റോ മെറ്റീരിയൽ ബ്രിട്ടനിലെ ഫാക്ടറികളിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും കിട്ടുന്ന പ്രൊഡക്റ്റ്, അതായത് വസ്ത്രങ്ങളായാലും അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് ലക്ഷ്യങ്ങളോട് തന്നെ ഇന്ത്യയെ സിസ്റ്റമാറ്റിക്കലി ഡീ ഇൻഡസ്ട്രൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഡിക്ലൈൻ ഓഫ് ഇൻഡിജീനിയസ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ക്രിയേറ്റഡ് നോട്ട് ഓൺലി മാസീവ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ഇന്ത്യ ബട്ട് ഓൾസോ ന്യൂ ഡിമാൻഡ് ഇൻ ദ ഇന്ത്യൻ കൺസ്യൂമർ മാർക്കറ്റ്. അതായത് ഇത്തരത്തിൽ ഈ ഒരു ഡീ ഇൻഡസ്ട്രിയലൈസിങ് പോളിസി കാരണം ഇന്ത്യയിൽ ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി തകർച്ചയിലേക്ക് പോയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരം തകർച്ചയിലേക്ക് പോയത് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടുന്നതിന് കാരണമായി, അതായത് മാസീവ് അൺഎംപ്ലോയ്മെൻറ്റിന് കാരണമായി. പക്ഷേ ഈ ഒരു മാസീവ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഈ ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് വരുന്നില്ലെങ്കിൽ ഇത്തരം പ്രൊഡക്ട്സ് എവിടെ നിന്നെങ്കിലും വന്നാൽ മാത്രമല്ലേ ഇന്ത്യക്കാർക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ബ്രിട്ടൻ ചീപ്പ് റേറ്റിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു സൈഡിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകരുന്നത് വഴി ബ്രിട്ടന് ഇവിടെ വലിയൊരു മാർക്കറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി കൂടി സാധിച്ചു. ദിസ് ഡിമാൻഡ് വാസ് പെർഫെക്റ്റ്ലി മെറ്റ് ബൈ ഇൻക്രീസിങ് ഇമ്പോർട്ട്സ് ഓഫ് ചീപ്പ് മാനുഫാക്ചർഡ് ഗുഡ്സ് ഫ്രം ബ്രിട്ടൻ. അതായത് ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റിവല്യൂഷൻ്റെയും മറ്റും ഭാഗമായിട്ട് ഉണ്ടായ യന്ത്രങ്ങളുടെ സഹായത്തോടെ വളരെ ചെറിയ ചെലവിൽ തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും അത് ഇന്ത്യയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനും ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. Second half of the 19th century, modern industry began to take root in India, but its progress remained very slow. Cotton and jute textile mills. അതായത് ഏകദേശം 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇന്ത്യയിൽ ഇൻഡസ്ട്രീസും മറ്റും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിൽ പ്രധാനമായിട്ടും കോട്ടൺ ഇൻഡസ്ട്രീസും ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസും ആയിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും അവയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് ഈ രണ്ട് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കോട്ടൺ ഇൻഡസ്ട്രീസ് ആയിരുന്നു, രണ്ടാമത്തത് ജൂട്ട് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ചണം എന്ന് വിളിക്കുന്ന ജൂട്ട് ടെക്സ്റ്റൈൽ മിൽ. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ കടയിൽ നിന്നും മറ്റും സാധനങ്ങൾ പേപ്പർ കവറിൽ കെട്ടിക്കൊണ്ടുവരുന്നതിന് ഉപയോഗിക്കുന്ന നൂല്, അതാണ് ചണം എന്ന് പറയുന്നത്. ദ കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് ബൈ ഇന്ത്യൻസ് വർ ലൊക്കേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ പാർട്സ് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. അതിൽ കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് പ്രധാനമായിട്ടും ആരംഭിച്ചത് ഇന്ത്യക്കാരായിരുന്നു. ദേ വർ ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ പാർട്സ്, മഹാരാഷ്ട്ര ഗുജറാത്ത് പ്രദേശങ്ങളിലായിരുന്നു പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസ് ഉണ്ടായിരുന്നത്. ജൂട്ട് മിൽസ് അത് പ്രധാനമായിട്ടും ഫോറിനേഴ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. അവർ പ്രധാനമായിട്ടും ബംഗാളിലാണ് തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ടും തുടങ്ങിയ രണ്ട് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസും ജൂട്ട് ടെക്സ്റ്റൈൽ മിൽസുമായിരുന്നു. പിന്നീട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ബിഗാൻ കമ്മിങ് അപ്പ് ഇൻ ദ ബിഗിനിങ് ഓഫ് 20th century. അതായത് 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ 1900 ശേഷം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ബിഗാൻ ടു കമ്മിങ് അപ്പ് ഇൻ ദ ബിഗിനിങ് ഓഫ് 20th century. അതായത് ഇന്ത്യയിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് വരാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, അതിനെ ടിസ്കോ എന്നാണ് ചുരുക്കപ്പേരിൽ വിളിക്കുക, ഇത്തരത്തിലുള്ളൊരു കമ്പനി ഇന്ത്യയിൽ വരാൻ വേണ്ടി തുടങ്ങി. There was hardly any capital goods industry to help promote further industrialization in India.
മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ലെഡ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കൺട്രീസ് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. ഇന്ത്യയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് വന്നതോടെ ചെറിയ ചിലവിൽ നമുക്ക് എല്ലാ ഐറ്റങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്ന അവസ്ഥയിൽ വന്നു. ഇത് വീണ്ടും ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിൻ്റെ നാശത്തിലേക്ക് കാരണമായി. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഹെവി ഇൻഡസ്ട്രീസാണ്. അതായത് നമ്മൾ അത് വെച്ചിട്ടാണ് മറ്റ് ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്നത്, വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് മെഷീൻ ടൂൾസ് വിച്ച് ആർ ഇൻ ടേൺ യൂസ് ഫോർ പ്രൊഡ്യൂസിങ് ആർട്ടിക്കിൾസ് ഫോർ കറണ്ട് കൺസംഷൻ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഐറ്റങ്ങളും ഉണ്ടാക്കുന്നത് ഒരു മെഷീനിൽ നിന്നായിരിക്കും. അത്തരത്തിലുള്ള മെഷീനുകൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് നമുക്ക് വേണ്ടത്. ഉദാഹരണത്തിന് ലെയ്ത്തിൽ നിന്നാണ് നമ്മൾ കുറേ മെഷീൻ പാർട്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ലെയ്ത്തിനെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടായാൽ മാത്രമേ ലെയ്ത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ ലെയ്ത്തിൽ നിന്നാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഇന്ത്യയിൽ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോ കോൺട്രിബ്യൂഷൻ ടു GDP. അപ്പോൾ ഇന്ത്യയിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങളും മറ്റും തുടങ്ങിയെന്ന് പറഞ്ഞു. എന്നാൽ ടോട്ടൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷനിൽ അതിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. കൂടാതെ പബ്ലിക് സെക്ടർ, അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. അത് റെയിൽവേസ്, പോർട്സ്, കമ്മ്യൂണിക്കേഷൻ, അതായത് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുണ്ടായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറിച്ച് ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഒന്നും ബ്രിട്ടൻ ഇന്ത്യയിൽ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഫോറിൻ ട്രേഡാണ്, അതായത് ഇന്ത്യയിലെ കച്ചവടം എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് തന്നെ ഇന്ത്യയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നത്. ഇന്ത്യ ഹാസ് ബീൻ ആൻ ഇമ്പോർട്ടൻറ്റ് ട്രേഡിംഗ് നാഷൻ സിൻസ് ആൻഷ്യൻ ടൈംസ്. അതായത് പുരാതന കാലം തൊട്ട് തന്നെ ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു കച്ചവട സ്ഥലമായിരുന്നു. പക്ഷേ ബ്രിട്ടൻ വന്നതോടെ ബ്രിട്ടൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയിൽ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടൻ താല്പര്യം കാണിച്ചു. അതിനു വേണ്ടിയിട്ട് ഡ്യൂട്ടി ഫ്രീ ട്രേഡൊക്കെ നടത്തുന്നതിന് വേണ്ടി ബ്രിട്ടൻ ഇന്ത്യയിലെ രാജാക്കന്മാരിൽ നിന്നും റോയൽ ഫർമാനൊക്കെ നേടിയത് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടൻ്റെ കയ്യിലേക്ക് അധികാരം വന്നതോടെ ദേ സ്റ്റാർട്ടഡ് റെസ്ട്രിക്റ്റീവ് പോളിസീസ്. അതായത് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും കച്ചവടം ചെയ്യുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ബ്രിട്ടൻ പോളിസി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്ട്രിക്റ്റീവ് പോളിസീസ് അതിൽ ചില കോമഡിറ്റികളുടെ പ്രൊഡക്ഷൻ, ഉദാഹരണത്തിന് ഫുഡ് ക്രോപ്സിന് പകരം ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യണം എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ വന്നു. Trade and tariff pursued by the colonial government adversely affect the structure, composition and volume of India's foreign trade. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള പോളിസികൾ അത് പ്രൊഡക്ഷനെ ബാധിച്ചു, അത് ട്രേഡിനെ ബാധിച്ചു, അതിൻ്റെ റേറ്റിനെയും ബാധിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടൻ ഒരു റോൾ പ്ലേ ചെയ്തത്. കൂടാതെ എല്ലാ റോ മെറ്റീരിയൽസും ബ്രിട്ടനിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടൻ പ്രധാനമായിട്ടും താല്പര്യം കാണിച്ചത്. ഇന്ത്യ ബിക്കെയിം ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രൊഡക്ട്സ് സച്ച് ആസ് റോ സിൽക്ക്, കോട്ടൺ, വൂൾ, ഷുഗർ, ഇൻഡിഗോ, ജ്യൂട്ട് എക്സെട്ര. അതായത് ഒരു ഇൻഡസ്ട്രിയിലേക്ക് വേണ്ട റോ മെറ്റീരിയലിൻ്റെ എക്സ്പോർട്ടറായിട്ടാണ് ഇന്ത്യയെ മാറ്റിയത്. അതായത് ഇന്ത്യയിൽ നിന്നും ഈ ഒരു റോ മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുക, ആ റോ മെറ്റീരിയൽ ബ്രിട്ടനിലേക്ക് എത്തിക്കുക, അവിടെ നിന്ന് പ്രൊഡക്ഷൻ നടത്തിയിട്ട് തിരിച്ച് വീണ്ടും ഫൈനൽ പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് എത്തിക്കുക. ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് കൺസ്യൂമർ ഗുഡ്സ് like cotton, silk and woolen cloth and capital goods like light machinery produced in the factories of Britain. അതായത് ഇന്ത്യയിൽ നിന്നും റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുക, ഇന്ത്യയിലേക്ക് ബ്രിട്ടനിൽ നിന്നുള്ള ഫൈനൽ പ്രൊഡക്ട്സ്, കൺസ്യൂമർ പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്ത് സംഭവിക്കും? ഇന്ത്യയിൽ ബ്രിട്ടനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഉണ്ടാവുക. ബ്രിട്ടൻ മെയിൻറ്റെയിൻഡ് ആൻഡ് മോണോപോളി കൺട്രോൾ ഓവർ ഇന്ത്യാസ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. അതായത് ബ്രിട്ടൻ്റെ താല്പര്യപ്രകാരമാണ് ഇന്ത്യയിൽ ഈ ഒരു എക്സ്പോർട്ടും ഇമ്പോർട്ടും നടക്കുന്നത്. ഇതിന് ബെസ്റ്റ് ഉദാഹരണം ഇത് തന്നെയാണ്. മോർ ദാൻ ഹാഫ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് വാസ് റെസ്ട്രിക്റ്റഡ് ടു ബ്രിട്ടൻ, വൈൽ ദ റെസ്റ്റ് വാസ് അലൗഡ് വിത്ത് ഫ്യൂ അതർ കൺട്രീസ് ലൈക്ക് ചൈന, സെയ്ലോൺ അല്ലെങ്കിൽ ശ്രീലങ്ക, പേർഷ്യ, ഇറാൻ. അതായത് ഇന്ത്യയുടെ 50% വരുന്ന കച്ചവടം എന്ന് പറയുന്നത് ബ്രിട്ടനുമായിട്ടായിരുന്നു. ബാക്കി ശേഷിക്കുന്ന കുറച്ച് മാത്രമാണ് ചൈനയുമായിട്ടും ശ്രീലങ്കയുമായിട്ടും ഇറാനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് എക്സ്പോർട്ട് ചെയ്തു, കുറേ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യയെ ഒരു ലാർജ് എക്സ്പോർട്ട് സർപ്ലസ് ഉണ്ടാക്കി. അതായത് എക്സ്പോർട്ട് മോർ ദാൻ ഇമ്പോർട്ട്സ്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് എക്സ്പോർട്ട് ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. അതായത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി വെച്ചു. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇന്ത്യയിലേക്ക് വന്നുള്ളൂ. മറ്റു കോളനികളിലേക്കും ബ്രിട്ടനിൽ നിന്നും ഫൈനൽ പ്രൊഡക്ട്സ് പോയി. അപ്പോൾ ഇന്ത്യ ഒരു സർപ്ലസ് കൺട്രിയായി മാറി, അതായത് എക്സ്പോർട്ട് സർപ്ലസ് കൺട്രിയായി മാറി. ഇപ്പോൾ സാധാരണ എക്സ്പോർട്ട് സർപ്ലസ് കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തേക്ക് ഒരുപാട് വിദേശ നാണ്യം വരുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ
കണ്ടീഷൻ വളരെ മെച്ചപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ബ്രിട്ടൻ്റെ സമയത്ത് എക്സ്പോർട്ട് സർപ്ലസ് കൺട്രി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു എക്സ്പോർട്ട് സർപ്ലസ് കൺട്രി ആയിട്ട് പോലും ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള മെച്ചപ്പെടുത്തലുകളൊന്നും ഉണ്ടാവാതിരുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ മെറ്റീരിയലും ബ്രിട്ടൻ അങ്ങ് എക്സ്പോർട്ട് ചെയ്തു. അതായത് ഇന്ത്യക്കാർക്ക് കൺസംഷന് വേണ്ടിയിട്ട് യാതൊന്നും കൊടുത്തില്ല. അപ്പോൾ ഇന്ത്യക്കാർ പട്ടിണി കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും സാധനങ്ങൾ കയറ്റി അയക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. സെവറൽ എസെൻഷ്യൽ കൊമോഡിറ്റി, ഫുഡ് ഗ്രെയിൻസ്, ക്ലോത്ത്സ്, കെറോസിൻ എക്സെട്ര വർ സ്കെയർലി അവൈലബിൾ ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട അത്യാവശ്യം വേണ്ട ഭക്ഷ്യധാന്യങ്ങൾ വരെ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാനുണ്ടായത്. അതായത് ഇന്ത്യക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നും ബ്രിട്ടൻ ഇവിടെ വച്ചിരുന്നില്ല. അപ്പോൾ ഇന്ത്യക്കാരുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇനി രണ്ടാമതൊരു കേസ് കൂടിയുണ്ട്. എക്സ്പോർട്ട് സർപ്ലസ് ഡിഡ് നോട്ട് റിസൾട്ട് ഇൻ എനി ഫ്ലോ ഓഫ് ഗോൾഡ് ഓർ സിൽവർ ഇൻ ടു ഇന്ത്യ. എക്സ്പോർട്ട് സർപ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഒരുപാട് വിദേശ നാണ്യം പറഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് വന്നൊന്നുമില്ല. അത് ബ്രിട്ടനിൽ തന്നെയാണ് ചെലവഴിച്ചത്. ഈ ഒരു ലഭിക്കുന്ന കാശ് മുഴുവൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു കാശ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ചെലവുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. മറിച്ച് ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള ഇൻഡസ്ട്രീസോ ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഇന്ത്യയിലെ സാഹചര്യം മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. Rather, this was used to make payments for the expenses incurred by an office set up by the colonial government in Britain, expenses on war fought by British and import of invisible item. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിലെ സമ്പത്തിനെ മുഴുവൻ ബ്രിട്ടനിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ബ്രിട്ടൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. കൂടാതെ ഈ സൂയസ് കനാൽ 1869 ഓപ്പൺ ചെയ്തിരുന്നു. ഈ ഒരു ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ വളരെയധികം കുറച്ചു. അപ്പോൾ വീണ്ടും ബ്രിട്ടനിന് കൂടുതൽ ലാഭമുണ്ടാകുന്നതിന് കാരണമായി. അപ്പോൾ ഈ ഒരു ചിത്രമാണ് വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഈ ഒരു ആഫ്രിക്കയെ ചുറ്റി വരുന്ന വലിയ റൂട്ട്, അത് ഏകദേശം 19,800 കിലോമീറ്ററോളം വരും. ഇതൊരു ഏകദേശ കണക്കാണ്. പണ്ട് വാസ്കോ ഡി ഗാമ കണ്ടുപിടിച്ച റൂട്ട്. ഈ ഒരു റൂട്ടിലൂടെയൊക്കെ തന്നെയാണ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു ഈജിപ്തിൻ്റെ കീഴിലുള്ള ഈ ഒരു സൂയസ് കനാൽ, ഞാനതൊരു നീല വലയത്തിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു സൂയസ് കനാൽ തുറന്നതോടെ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ദൂരം 11,600 കിലോമീറ്റർ ആയിട്ട് കുറഞ്ഞു. ഏകദേശം പകുതിയോളം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ കുറഞ്ഞത് കൂടുതൽ ഐറ്റങ്ങൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നതിനും കൂടുതൽ ഐറ്റങ്ങൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനും കാരണമാവുകയും ഇത് ഇന്ത്യയുടെ സാഹചര്യം കൂടുതൽ മോശപ്പെടുന്നതിനും കാരണമായി. അതായത് ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷൻ കുറയുന്നത് ഇന്ത്യയിൽ മെറ്റീരിയൽ അവൈലബിലിറ്റിയും അതിൻ്റെ കോസ്റ്റും വളരെയധികം കുറയുന്നതിന് കാരണമായി. അത് ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ വീണ്ടും തകരുന്നതിന് കാരണമായി. അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിൻ്റെ അവസ്ഥ. അതായത് ബ്രിട്ടൻ്റെ കാലത്ത് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് ഒരു തകർന്ന് തരിപ്പണമായ അവസ്ഥയിലായിരുന്നു. ഇന്ത്യക്കാരുടെ അവസ്ഥ വളരെ മോശം കണ്ടീഷനിലേക്ക് എത്തിയിരുന്നു. ഇനി നമുക്ക് അന്നത്തെ കാലത്തെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇന്ത്യക്കാർ എങ്ങനെയായിരുന്നു, ഇന്ത്യയിലെ പോപ്പുലേഷൻ എങ്ങനെയായിരുന്നു, ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ പോപ്പുലേഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ വർ ഫസ്റ്റ് കളക്റ്റഡ് ത്രൂ എ സെൻസസ് ഇൻ 1881. ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു സെൻസസ് ആയിട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഡാറ്റ കളക്ട് ചെയ്തത് 1881 സെൻസസാണ്. അതിനുശേഷമാണ് ഓരോ 10 വർഷം കൂടുമ്പോഴും ഇന്ത്യയിൽ സെൻസസ് നടത്താൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഇറ്റ് റിവീൽഡ് അൺഈവൻസ് ഇൻ ദ പോപ്പുലേഷൻ ഗ്രോത്ത്. അതായത് ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചയിലും ജനങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങളുമൊക്കെ ഈ ഒരു സെൻസസിലൂടെ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു സമയത്ത് ദ ഓവറോൾ ലിറ്ററസി റേറ്റ് വാസ് ലെസ് ദാൻ 16%, 16%. അതായത് ആ ഒരു സമയത്ത് ഇന്ത്യയിലെ സാക്ഷരത എന്ന് പറയുന്നത് 16% മാത്രമായിരുന്നു. ലെസ് ദാൻ 16%, 16% പോലും ഉണ്ടായിരുന്നില്ല. അതിൽ തന്നെ ഫീമെയിൽ ലിറ്ററസി റേറ്റ് വാസ് അറൗണ്ട് 7%. അതിൽ തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം സാക്ഷരതാ നിലവാരം എന്ന് പറയുന്നത് 7%-ൽ താഴെയായിരുന്നു. Public health facilities were either unavailable to the large chunks of population or inadequate. അതായത് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ്, അതായത് നമ്മുടെ ആശുപത്രികളും മറ്റും പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ വരെ ആ ഒരു സമയത്ത് ലഭ്യമായിരുന്നെങ്കിൽ തന്നെ അത് വളരെ കുറഞ്ഞ പോപ്പുലേഷൻ മാത്രമായിരുന്നു. വാട്ടർ ആൻഡ് എയർ ബോൺ ഡിസീസസ് വർ റാംപന്റ് ആൻഡ് ടുക്ക് എ ഹ്യൂജ് ടോൾ ഓൺ ലൈഫ്. ഇപ്പോൾ ജലത്തിലൂടെയും വായുവിലൂടെയും മറ്റും പകരുന്ന രോഗങ്ങൾ വളരെ കൂടുതലായിരുന്നു. ഇത്തരം രോഗങ്ങൾ വഴി ഒരുപാട് പേര് മരണപ്പെടുന്നതിനും കാരണമായി. ദ ഓവറോൾ മോർട്ടാലിറ്റി റേറ്റ് വാസ് 218 for 1,000 people. അതായത് ഏകദേശം 1218 പേര്
ജനിക്കുന്ന കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. ഓരോ 1000 ജനനത്തിൽ 218ഓളം കുട്ടികൾ മരിക്കും. എന്നാൽ നിലവിൽ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം 40ആണ്. അപ്പോൾ എത്ര ഭീകരമായിരുന്നു അന്നത്തെ സാഹചര്യം എന്നൊന്ന് മനസ്സിലാക്കണം. ലൈഫ് എക്സ്പെക്റ്റൻസി, ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് ഏകദേശം 44 വയസ്സായിരുന്നു. നമ്മുടെ നിലവിലേത് 68 വയസ്സായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു ബേസിക് സാഹചര്യങ്ങൾ പോലും ഇന്ത്യയിൽ ലഭിക്കാത്ത ഒരവസ്ഥയായിരുന്നു ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ ഒരു അവസ്ഥകളെല്ലാം നമുക്ക് വ്യക്തമായ ധാരണ നൽകും. ഇനി നമുക്ക് ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ നോക്കാം. അന്നത്തെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ ജോലി എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പേഴ്സൺസ് അക്രോസ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് സെക്ടേഴ്സ്. അതിൽ അഗ്രികൾച്ചറൽ സെക്ടറായിരുന്നു ഏറ്റവും കൂടുതൽ, ഏകദേശം 70 മുതൽ 75% വരെ. മാനുഫാക്ചറിങ് സെക്ടറിൽ 10%, സർവീസ് സെക്ടറിൽ 10 മുതൽ 15% ആൾക്കാർ ഉണ്ടായിരുന്നു. അതായത് പ്രധാനമായിട്ടും അഗ്രികൾച്ചറൽ സെക്ടറായിരുന്നു. അപ്പോൾ റീജിയണൽ വേരിയേഷൻ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. അപ്പോൾ ഈ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ സെക്ടർ പ്രധാനമായിട്ടും എന്നുള്ളത് പല സ്ഥലങ്ങളിൽ വരുമ്പോൾ മാറും. ഉദാഹരണത്തിന് മുംബൈയിലേക്ക് വരുന്ന സമയത്ത് അവിടെ മാനുഫാക്ചറിങ് സെക്ടേഴ്സാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടെ ചിലപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിനെക്കാട്ടും കൂടുതൽ മാനുഫാക്ചറിങ് സെക്ടർ കൂടും. അപ്പോൾ റീജിയണൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ പ്രധാനമായിട്ടും ഇന്ത്യ ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 70-75% ആൾക്കാർ അഗ്രികൾച്ചറൽ സെക്ടറിലായിരുന്നു. പിന്നെയുള്ള ഒരു 10% മാനുഫാക്ചറിങ് സെക്ടറും ശേഷിക്കുന്ന ഒരു 10 മുതൽ 15% സർവീസ് സെക്ടറിലും ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഫ്രാസ്ട്രക്ചറാണ്, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പം നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ പഠിച്ചു. ലോർഡ് ഡെൽഹൌസിയുടെ കാലത്ത് ഇന്ത്യയിൽ റെയിൽവേ സിസ്റ്റം, പോർട്ട് സിസ്റ്റം, പോസ്റ്റ്, ടെലിഗ്രാഫ് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് റെയിൽവേസ്, പോർട്സ്, വാട്ടർ ട്രാൻസ്പോർട്ട്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ് വർ ഡെവലപ്ഡ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചറായ റെയിൽവേ, പോർട്ട്, തുറമുഖം, വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതം, നമ്മുടെ കനാലുകളും മറ്റും വെട്ടുന്നത്, പോസ്റ്റ്, ടെലിഗ്രാഫ്, ഇവയൊക്കെ ബ്രിട്ടീഷുകാർ വികസിപ്പിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വികസിപ്പിക്കുന്നതിന് പ്രധാനമായിട്ടുള്ള മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുക എന്നതിന് ഉപരി അവരുടെ കൊളോണിയൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. അവർക്ക് കൂടുതൽ കച്ചവടം നടത്തുക, കൂടുതൽ ലാഭം ഉണ്ടാക്കുക, ഇന്ത്യയിൽ ആർമിയുടെ മൊബിലൈസേഷൻ കറക്റ്റായിട്ട് നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. The roads for mobilizing the army within India and drawing out of raw material from the countryside to the nearest railway station and port. റോഡുകൾ ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആർമിയുടെ മൊബിലൈസേഷൻ. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ ആർമിക്ക് വരാൻ വേണ്ടിയിട്ട് നല്ലൊരു വഴി ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എളുപ്പം എത്തിക്കുന്നതിനും അല്ലെങ്കിൽ പോർട്ടിലേക്ക്, തുറമുഖങ്ങളിലേക്ക് എളുപ്പം എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിരുന്നു. കൂടാതെ ഗ്രാമങ്ങളിലേക്ക് ഉണ്ടാക്കിയ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവരുന്ന കാര്യങ്ങൾ പോർട്ടിൽ നിന്നും എടുത്ത് ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് ദ റെയിൽവേസ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ റെയിൽവേ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. The railways affected the structure of Indian economy in two important ways. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന റെയിൽവേ എന്ന് പറയുന്ന സിസ്റ്റം ഇന്ത്യയിൽ 2 കാര്യങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ ഒരു 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Enabled the people to undertake long distance travel and thereby break geographical and cultural barriers. അതായത് ജനങ്ങൾക്ക് വളരെ ദൂരത്തേക്കുള്ള ആൾക്കാരുമായിട്ട് സമ്പർക്കത്തിൽ വരുവാനും അവരെ പോകാനും കാണാനും അവരുമായിട്ടുള്ള ചർച്ച ചെയ്യാനും ഒക്കെ അവസരങ്ങളുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഡെവലപ്പ് ചെയ്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു കൾച്ചറൽ ഡിഫറൻസിനെ കടന്നു പോകാനും ഇത്തരത്തിലുള്ള ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സിനെ, മലയും കുന്നും പുഴയും ഒക്കെ കടന്നു പോകുന്നതിനും വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ സഹായിച്ചത് ഇത്തരത്തിലുള്ള ഒരു റെയിൽവേസ് ആണ്. ഇതിൻ്റെ മറ്റൊരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫോസ്റ്റേർഡ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ വിച്ച് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ സെൽഫ് സഫീഷ്യൻസി ഓഫ് ദി വില്ലേജ് എക്കണോമീസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ കൃഷിയെ കച്ചവടവൽക്കരിക്കുന്നതിന് വേണ്ടി, ഫുഡ് ക്രോപ്സിന് പകരം ക്യാഷ് ക്രോപ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഫോഴ്സ് ചെയ്യുന്നതിനുള്ള ഒരു കാരണം ഇതായിരുന്നു. നേരത്തെ കൃഷി ചെയ്തിരുന്ന പ്രദേശങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ പോർട്ടിലേക്കോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കോ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വഴിയുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തതോടെ കൂടുതൽ സാധനങ്ങൾ എത്തിക്കാൻ പറ്റും എന്നതിനാൽ തന്നെ ക്യാഷ് ക്രോപ്സ് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ അഗ്രികൾച്ചറിനെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സിങ് ബ്രിട്ടീഷുകാർ ആരംഭിച്ചു.
അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ ഇന്ത്യക്ക് ഗുണമുണ്ടായി, മറ്റേ സൈഡിൽ ഇന്ത്യക്ക് ദോഷമുണ്ടായി. ദ വോളിയൂം ഓഫ് ഇന്ത്യസ് എക്സ്പോർട്സ് എക്സ്പാൻഡഡ് ബട്ട് ഇറ്റ്സ് ബെനിഫിറ്റ്സ് റെയർലി അക്വേർഡ് ടു ദ ഇന്ത്യൻ പീപ്പിൾ. അപ്പം ഞാൻ ഫോറിൻ ട്രേഡിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിൽ എക്സ്പോർട്ട് കൂടി, ഇന്ത്യ എക്സ്പോർട്ട് സർപ്ലസ് കൺട്രിയായി മാറി. പക്ഷേ ഇതിൻ്റെ ഗുണഫലങ്ങൾ ഇന്ത്യക്കാർക്ക് ലഭിച്ചിരുന്നില്ല, മറിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യയിൽ തന്നെ ഈ ഒരു എക്സ്പെൻസീവ് സിസ്റ്റമായ ഇലക്ട്രിക് ടെലിഗ്രാഫ് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇതും ലോർഡ് ഡൽഹൌസിയുടെ കാലത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ടെലിഗ്രാഫ് സിസ്റ്റം വളരെ വേഗത്തിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി സഹായിച്ചുവെങ്കിലും ഇത് പ്രധാനമായിട്ടും ഉപയോഗം വന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി തന്നെയാണ്. അവർക്ക് കൃത്യമായിട്ട് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആർമിയെ മൊബിലൈസ് ചെയ്യുന്നതിനും മറ്റും ഇത് വളരെയധികം സഹായിച്ചു. അപ്പോൾ കച്ചവടം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കനാൽസും പോർട്ടും ഒക്കെ ഉണ്ടാക്കുകയുണ്ടായി. ദേ സ്റ്റാർട്ടഡ് പോസ്റ്റൽ സർവീസസ് ഇൻ ഇന്ത്യ. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആരുടെ കാലത്താണ്, എങ്ങനെയാണ് തുടങ്ങിയതൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ലോർഡ് ഡൽഹൌസിയുടെ കാലത്താണ് ഇന്ത്യയിൽ മോഡേൺ പോസ്റ്റൽ സർവീസും തുടങ്ങിയത്. കൂടാതെ ടെലിഗ്രാഫും റെയിൽവേയും ഒക്കെ തുടങ്ങിയത് ഈ ഒരു ലോർഡ് ഡൽഹൌസിയുടെ കാലത്ത് തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ അവസ്ഥ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ബ്രിട്ടീഷുകാരുടെ സമയത്ത് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ കാര്യം എന്ന് പഠിച്ചു. നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫോറിൻ ട്രേഡ്, ഇൻഫ്രാസ്ട്രക്ചർ, ഡെമോഗ്രാഫിക് സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഇന്ത്യക്കാർ ഭരിക്കുന്ന ഒരു ഭരണകൂടം വരുന്ന സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയായിരുന്നു. ദ അഗ്രികൾച്ചറൽ സെക്ടർ വാസ് ഓൾറെഡി സാഡിൽഡ് വിത്ത് സർപ്ലസ് ലേബർ ആൻഡ് എക്സ്ട്രീംലി ലോ പ്രൊഡക്ടിവിറ്റി. ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 70-75% പോപ്പുലേഷൻ റെഡിയായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ലാൻഡ് ഒന്നും കൃത്യമായിട്ട് ഇറിഗേഷൻസോ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള യാതൊരു മെത്തേഡ്സും ഫോളോ ചെയ്യാത്തതുകൊണ്ട് വളരെ കുറഞ്ഞ പ്രൊഡക്ടിവിറ്റി ആയിരുന്നു. ഇത് പ്രൊഡക്ടിവിറ്റി കുറയുന്നത് സെൽഫ് സഫിഷ്യൻസി ഇല്ലാത്തതുകൊണ്ട് തന്നെ പട്ടിണി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു വലിയൊരു ഫെമൈൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വഴി ചൂണ്ടിയത്. രണ്ടാമത്തേത് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥയാണ്. ഇൻഡസ്ട്രിയൽ സെക്ടർ വാസ് ക്രൈയിങ് ഫോർ മോഡേണൈസേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ഇൻക്രീസ്ഡ് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ തന്നെ ഇന്ത്യയുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് എല്ലാം തകർന്ന അവസ്ഥയിലായിരുന്നു. വളരെ കുറഞ്ഞ ഇൻഡസ്ട്രീസ്, കുറച്ച് ജൂട്ട് മിൽസും കുറച്ച് കോട്ടൺ മിൽസും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. കൂടാതെ ടിസ്കോ എന്ന് പറയുന്ന ഒരു സ്റ്റീൽ ഇൻഡസ്ട്രീസും തുടങ്ങിയിരുന്നു. അതായത് 20ാം സെഞ്ചുറിയുടെ തുടക്കത്തിൽ മാത്രമാണ് കുറച്ച് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ കുറഞ്ഞ ഇൻഡസ്ട്രീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നതും വളരെ തകർന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു. അടുത്തത് ഫോറിൻ ട്രേഡാണ്. ഇറ്റ് വാസ് ഓറിയൻറ്റഡ് ടു ഫീഡ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ ബ്രിട്ടൻ. അതായത് ബ്രിട്ടനിലെ ഫാക്ടറീസിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലയർ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. അതായത് ഇന്ത്യയിൽ ഈ ഒരു റോ മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ബ്രിട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ റോ മെറ്റീരിയൽ ബ്രിട്ടനിലേക്ക് വിടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു റോ മെറ്റീരിയൽ ഉപയോഗിച്ച് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫാക്ടറീസും മറ്റും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയായിരുന്നു ഇന്ത്യയുടേത്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല, മറിച്ച് റെയിൽവേ നെറ്റ്വർക്കും മറ്റുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു റെയിൽവേ നെറ്റ്വർക്കും തന്നെ ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് വേണ്ട സ്ഥലങ്ങളിലേക്കുള്ള റോഡും റെയിൽവേയും മറ്റുമൊക്കെയാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിരുന്നത്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ള, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള റോഡ് നെറ്റ്വർക്കോ റെയിൽ നെറ്റ്വർക്കോ ഒന്നും തന്നെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിരുന്നില്ല. ദ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻക്ലൂഡിംഗ് ദ ഫെയിംഡ് റെയിൽവേ നെറ്റ്വർക്ക് നീഡഡ് അപ്ഗ്രഡേഷൻ, എക്സ്പാൻഷൻ ആൻഡ് പബ്ലിക് ഓറിയൻറ്റേഷൻ. കൂടാതെ ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് ഇന്ത്യയിൽ നല്ല ദാരിദ്ര്യവും ജോലിയില്ലായ്മയും അൺഎംപ്ലോയ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാർ വിട്ടുപോകുന്ന അവസ്ഥയിൽ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നമ്മൾ കരകയറ്റേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണകൂടത്തിന് മുമ്പേ, ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്, അദ്ദേഹത്തിന് മുന്നിലുണ്ടായിരുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു, അദ്ദേഹം കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളെന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ ഒരു പ്രശ്നങ്ങളെയെല്ലാം നേരിടുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഭരണകൂടം കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ലഭിക്കുന്നതാണ്. ആ ഒരു നോട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു വിശദാംശങ്ങളെല്ലാം കിട്ടും. ഈ ഒരു ക്ലാസ് ഞാൻ പൂർണ്ണമായും ആ ഒരു +1 NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബുക്ക് ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും.
അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.